ഈ മനുഷ്യനെ എല്ലാവരും ഭ്രാന്തനെന്ന് വിളിച്ചു. ഇന്ന് അയാൾ നാസയെ പോലും പിന്നിലാക്കി. 2002 എലോൺ മസ്ക് ഒരു ഭ്രാന്തൻ പ്ലാനുമായി എത്തി. സ്വന്തമായി ഒരു റോക്കറ്റ് കമ്പനി. സയൻസ് ജേണലുകൾ പരിഹസിച്ചു. വാൾ സ്ട്രീറ്റ് ചിരിച്ചു. 2006 സ്പേസ് എക്സ് അയച്ച ഒന്നാം റോക്കറ്റ് 33 സെക്കൻഡിൽ ആകാശത്ത് പൊട്ടിത്തെറിച്ചു. 2007 രണ്ടാം റോക്കറ്റ് വീണ്ടും പരാജയപ്പെട്ടു. 2008 മൂന്നാം ശ്രമം വീണ്ടും പരാജയപ്പെട്ടു. 1500ഓളം ആളുകളുടെ കുടുംബങ്ങൾ, അവരുടെ സ്വപ്നങ്ങൾ എല്ലാം തകരാൻ പോകുന്നു. ഒരു ബില്യനെയർ പാപ്പരാകാൻ പോകുന്നു. സ്പേസ് എക്സ് പൂട്ടണമെന്ന സ്ഥിതിയായി. പക്ഷേ അവസാനമായി ഒരു ശ്രമം കൂടി. സെപ്റ്റംബർ 28, 2008 4ാം റോക്കറ്റ് കത്തിച്ചൊരിക്കുന്നു. ആ റോക്കറ്റ് ബഹിരാകാശത്തെത്തുന്നു. ചരിത്രം വഴിമാറിയ നിമിഷം. അന്നു മുതൽ സ്പേസ് എക്സ് ചരിത്രം തന്നെ മാറ്റി. റോക്കറ്റുകൾ ഭൂമിയിൽ ലാൻഡ് ചെയ്യുന്നു. നാസ ഇപ്പോൾ സ്പേസ് എക്സിന്റെ കസ്റ്റമറായി. 60% കുറഞ്ഞ ചെലവിൽ സ്പേസ് യാത്ര. 6000ഓളം സാറ്റലൈറ്റുകൾ നമ്മുടെ തലയ്ക്ക് മുകളിൽ. ഇനി അടുത്ത ചാപ്റ്റർ സ്റ്റാർഷിപ്പ്. 120 മീറ്റർ ഉയരം, 5000 ത്രസ്റ്റ്. ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും പവർഫുൾ മെഷീൻ. ലക്ഷ്യം 1 മില്യൺ ആളുകളെ മാർസിൽ എത്തിക്കുക. മനുഷ്യവർഗം മൾട്ടി പ്ലാനറ്ററി സ്പീഷ്യസ് ആകാൻ പോകുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം?